കുക്കിങ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ എപ്പോഴും ഇടാൻ പോകുന്നത് കുക്കിങ്സിന്റെ വീഡിയോസ് ആയിരിക്കും. ഇന്ന് ഞാൻ ഒരു താറാമുട്ട വെച്ചാണ് ഒരു കുക്കിംഗ് ചെയ്യുന്നത്. ഇത് നോക്കൂ, ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. തക്കാളി ചോപ്പ് ചെയ്തത്, പിന്നെ മുളക് ചോപ്പ് ചെയ്തത്, ഇഞ്ചിയും ചോപ്പ് ചെയ്തത്, പിന്നെ സവാള ചോപ്പ് ചെയ്തത്, പിന്നെ നമ്മൾ മസാല ആയിട്ട് വരുന്നത് ഉപ്പ്, പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി ആദ്യം നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം. അപ്പൊ നമുക്ക് ചട്ടിയിലോട്ടിട്ട് ഇതാക്കാം. ആദ്യം തന്നെ നമ്മൾ ഇടാൻ പോകുന്നത് സവാളയാണ്. പൊട്ടിച്ച് അങ്ങോട്ട് പൊട്ടിയാല് നല്ല അടുത്ത നമ്മൾ ഈ ചോപ്പ് ചെയ്തേക്കുന്നത് ഇതൊന്ന് മാറി വന്നിട്ടുണ്ട് നമ്മുടെ ഷെയ്ഡ്. അപ്പോൾ നമുക്കിനി തക്കാളി ഇടുകയാണ്. ഇത് ഇട്ടൊക്കെ കഴിഞ്ഞ് ഇത് ചെറുതായി വാടി കഴിഞ്ഞിട്ടാണ് ഇനി. അപ്പൊ നമ്മുടെ തക്കാളി കൂട്ടന്മാർക്ക് നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടികൾ ഇട്ട് വെക്കാം. നമ്മൾ ഇടുന്നത് മുളക് പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മുടെ മഞ്ഞപ്പൊടി ഇച്ചിരി കൂടുതൽ ഇട്ടു. നമുക്കിനി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇളക്കാം. നമുക്ക് നമ്മുടെ ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഗൈസ്. ഇതൊക്കെ നല്ലോണം ഇത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ല താറാ മുട്ട ഉണ്ട്. നമുക്കിവിടെ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നമ്മുടെ മുട്ട പൊടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മുട്ടത്തൊണ്ട് നമുക്ക് മാറ്റി വെക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മുടെ എഗ് ബുർജി അപ്പം നല്ലോണം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് സർവ് ചെയ്യാം. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സ്വാദിഷ്ടമായ എഗ് ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടേണ്ട മിസ്റ്റേക്ക് ഉണ്ട്. ചിലവരുടെ റെഡിയാവും, ചിലവരുടെ റെഡി ആവില്ല. നിങ്ങളുടെ റെഡിയാവും. നിങ്ങൾ എന്തായാലും ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. എൻ്റെ മിസ്റ്റേക്കിൽ ഇച്ചിരി കൂടിപ്പോയി. എൻ്റെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.